രണ്ട് മക്കള് അവർക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കണം. ഞാൻ ഇന്നൊരു വീഡിയോ കാണുന്നതിന് മുന്നേ വരെ കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിരുന്ന അഖിൽമാരാർ എന്ന് പറഞ്ഞ ചെറ്റയായിട്ടുള്ള വർഗീയവാദിയുടെ അടുത്ത് എടാ നായിയെ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ തനിക്ക്? പൊന്നുമക്കളെ, ഈ പരമച്ചെറ്റ ഇങ്ങനെയൊക്കെ ചെയ്തത് പൈസക്ക് വേണ്ടിയും വൈറലാവാൻ വേണ്ടിയും വ്യൂസിന് വേണ്ടിയുമാണ്. അതായത് പലസ്തീനോടുള്ള സ്നേഹത്തോടെയല്ല, ഇവൻ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഒരു മതമുണ്ട്, ഇവിടെ മനുഷ്യ മതമാണ്, ഞങ്ങളെല്ലാവരും ഒന്നാണ്, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്കിടെ വർഗീയത കൊണ്ടുവന്ന പരമച്ചെറ്റയാണ് ഇവൻ. അതിനുള്ള അതായത് എല്ലാം വെൽ പ്ലാനഡ് ആയി ചെയ്തതാണ്. അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനുശേഷം ഈ വിഷയത്തിൽ അഖിൽമാരാർ പറയുന്ന രംഗം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതിന്റെ ഓഡിയോ, അതിന്റെ വ്യക്തമാക്കുന്ന ഓഡിയോ നിങ്ങൾ കേൾക്കുക. അതാ ഞാൻ ഇവിടെ എന്താ ആക്ച്വലി സംഭവിച്ചത്? അതന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആ ചെക്കനെ അടിന്റെ ഒരു സീനാക്കി കണ്ട് നമ്മളെ പൊടിച്ചു എന്നുള്ള രൂപത്തിലിട്ടു. അപ്പൊ ആ ചെക്കൻ സമ്മതിച്ചത് എന്തുകൊണ്ടാന്ന്? അങ്ങനെ ഒരു ക്രിയേറ്റ് നാടകം ചെയ്യാൻ അവൻ സമ്മതിക്കാൻ റീസൺ വേണ്ടേ? അപ്പൊ അതൊരു പ്ലാനഡ് അല്ലേന്ന്? അത് അവൻ സമ്മതിച്ചിട്ടാണ് ചെയ്തത്. ഓനിക്ക് പൈസ കൊടുത്തോ? ആർക്ക്? പൈസ കൊടുത്തു. എത്ര കൊടുത്തു? 5000 രൂപ. 5000 രൂപക്ക് ഇത്രയൊക്കെ വലിയൊരു പ്രശ്നത്തിന് അവൻ കൂട്ടി. അപ്പൊ അവന്റെ ഫാമിലി, നീ ഇപ്പൊ അവനെ തല്ലുമ്പോ ഇത് പ്ലാനഡ് ആണെന്ന് അവന്റെ ഫാമിലിക്ക് അറിയാമായിരുന്നോ? അവർക്കറിയില്ല. കണ്ട, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ വിശദമായിട്ടുള്ള സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വോയിസ് ഉണ്ട്. ഞാനത് ഇപ്പോൾ പുറത്ത് വിടുന്നില്ല. ഷാജഹാന് ഞാൻ ഇന്നൊരു സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി വന്നിട്ട് ഷാജഹാനെ പൊതുജനത്തോട് നീ ചെയ്തിട്ടുള്ള നെറികേടുകൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നുമക്കളെ, എന്താ അല്ലേ നടക്കുന്നത്? വ്യൂസിന് വേണ്ടി ഇത്രയും വൃത്തികേട് ചെയ്യണോ? ഈ പരമച്ചെറ്റ ചെയ്തത് എന്താണ്? അഖിൽമാരാർക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഇവൻ്റെ കാറ് വർഗീയവാദികളായ ഹിന്ദുക്കൾ ഇവൻ്റെ കാർ അടിച്ചു പൊട്ടിച്ചു എന്നാണ് ഈ പരമച്ചെറ്റ പറഞ്ഞത്. അതൊക്കെ പ്ലാനഡ് ആയിരുന്നു, എല്ലാം പ്ലാനഡ് ആയിരുന്നു. പലസ്തീനോടുള്ള സ്നേഹത്തിലല്ല ഈ പരമനാറി അങ്ങനെ വീഡിയോ ഇട്ടത്. എല്ലാം വ്യൂസിന് വേണ്ടിയും വൈറലാവാൻ വേണ്ടിയും പൈസക്ക് വേണ്ടിയുമാണ് ഈ പരമനാറി ഇത്രയധികം. നമ്മളെല്ലാവരും ഇവിടെ കൃഷ്ണൻ ഒന്നാണ്, സിദ്ദീഖ് ഒന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്, ഇവിടെ ഒരേ മതമുള്ളൂ, ആ മതത്തിൻ്റെ പേര് മനുഷ്യ മതമാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ വർഗീയത പരത്തുകയാണ് ഈ പരമച്ചെറ്റകൾ. പൊന്നുമക്കളെ, ഈ വിഷയത്തെക്കുറിച്ച് അഖിൽമാരാർ പ്രതികരിക്കുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും അതിന്റെ റീച്ചിന് വേണ്ടിയിട്ടും വസ്ത്രം അഴിച്ചു കളയുന്ന അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന നിരവധി പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റിന് വേണ്ടിയിട്ട് കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ നിരവധി വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നാളിതുവരെ സംസാരിച്ച വിഷയങ്ങളിൽ ഏറ്റവും ഗുരുതരമെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ റീച്ചിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ മതവർഗീയ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ച 2 ചെറുപ്പക്കാരെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കുടുംബത്തെയും എന്റെ കുട്ടികളെയും ആക്രോശിച്ചും ആക്ഷേപിച്ചും കൊണ്ടൊരു വീഡിയോ ആദ്യം ചെയ്യുകയാണ്. ഞാൻ ഈ പയ്യനോട് ആദ്യമേ പറഞ്ഞു, മോനെ നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. നീ എന്റെ പഴയ ഇന്റർവ്യൂവിൽ നിന്ന് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, ഞാൻ ആ ഇന്റർവ്യൂവിൽ എന്താണ് പൂർണ്ണമായി പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ നീ എനിക്കെതിരെ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചു വിടുന്ന ഈ വർഗീയ വിഷം, എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപ കമന്റുകൾ നിറയുന്നത് മുഴുവൻ പാലസ്തീന് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന നിരവധി മുസ്ലിം സുഹൃത്തുക്കൾ പോലും, ഇന്നലകളിൽ എന്നെ അനുകൂലിച്ച് മെസ്സേജ് ഇട്ടവർ പോലും, അവർ ഈ വിഷയത്തിൽ എന്നെ തെറിവിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ ഈ പയ്യനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഇവനത് കേട്ടില്ല. അപ്പോൾ ഗതികെട്ട് ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, വിടാ, പാലസ്തീന് വേണ്ടിയിട്ട് നീ സംസാരിക്കുമ്പോൾ നിന്റെ പിന്നിൽ മതം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടന്റിന്റെ റീച്ച്, അതാണ് നിന്റെ ലക്ഷ്യം. ഞാൻ പാലസ്തീൻ അനുകൂലമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ നാളിതുവരെ ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും അത് മതം നോക്കിയല്ല, അത് മനുഷ്യത്വം നോക്കിയിട്ടാണ്. മതമല്ല എന്റെ വിഷയം, മനുഷ്യത്വമാണ് എന്റെ വിഷയമെന്ന് ഞാൻ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഇവന്റെ റീച്ച്, കാരണം ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്, സോഷ്യൽ മീഡിയയിൽ ഇവന് വർദ്ധിക്കുന്ന ഇവന്റെ ഫോളോവേഴ്സ്, ഇവൻ ഇതിനകത്തെല്ലാം ഹരം കൊണ്ട് ഈ വിഷയത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ നോക്കി. അങ്ങനെ ഇവൻ പരമാവധി എനിക്കെതിരെ നിരവധി വീഡിയോകൾ ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നെ എതിർത്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാരൊക്കെ തന്നെ എന്നെ തെറിവിളിച്ചും എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടും നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നു.
അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വെളുപ്പിനെ ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് വെളുപ്പിനെ വീണ്ടും നിരവധി മെസ്സേജുകൾ, അത് ഭീഷണിയുടെ സ്വരത്തിലാണ്. നിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ഇളകും, മലപ്പുറത്തെ പിള്ളേരെ നിനക്കറിയത്തില്ല, STP നിന്നെ തീർക്കും. അങ്ങനെ ഭീഷണികളെന്ന് പറഞ്ഞാൽ വധഭീഷണികളും അല്ലാത്ത ഭീഷണികളും. നിന്റെയും വണ്ടി അടിച്ചു തകർക്കും, നീയും സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കത്തില്ല, നിന്റെയും കുടുംബത്തെ ഇല്ലാതാക്കും, നിനക്ക് ഞങ്ങളെ അറിയത്തില്ല. ഇതെല്ലാം കൂടുതലും ഫേക്ക് കമന്റും മെസ്സേജുകളും മറ്റുമൊക്കെയാണ്. അങ്ങനെ നിരവധി വന്നുകൊണ്ടിരുന്നു. ഇതിൽ കുറച്ചൊക്കെ ഞാൻ എടുത്ത ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ കാര്യം ഈ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ അപ്പോൾ ഈ പയ്യന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവൻ രാത്രിയിൽ സഞ്ചരിക്കവേ 2 പേർ ഈ ചെറുപ്പക്കാരന്റെ വാഹനം അടിച്ചു തകർത്തു. ഇവൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇവന്റെ കുടുംബത്തിലെ ഉമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇവൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം ഇത് ആര് ചെയ്താലും ഈ നാട്ടിൽ ഇപ്പം നിഷാൻ എനിക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശത്രുക്കളടുത്ത് പോലും ഒരു രീതിയിലും തിരിച്ചൊന്നും അവരെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഇപ്പം ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എന്നെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാനും എന്നെ ഏതെല്ലാം രീതിയിൽ കുറ്റപ്പെടുത്താനും പലരും ശ്രമിച്ച സമയത്തും അവരോടൊന്നും ഒരിക്കൽ പോലും ഒരു വിരോധം പോലും കാണിക്കാത്ത ഒരാളാണ് ഞാൻ. ഏറെക്കുറെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ശത്രുക്കളാണ് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് എപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ അനുകൂലിക്കുന്നവരെക്കാട്ടിയും എനിക്ക് കുറച്ചെങ്കിലും സ്നേഹം ഈ ശത്രുക്കളോടാണ്. ഇപ്പം രണ്ടായാലും ഈ നിഷാൻ എന്ന് പറയുന്ന പയ്യന്റെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഞാൻ ഈ പയ്യനെ വിളിച്ച് സംസാരിച്ചു. ഏത് രീതിയിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എല്ലാവിധ പിന്തുണയും ഞാൻ കൊടുത്തു. ഇവൻ എന്നോട് പലവിധ നാടകങ്ങൾ ഇറക്കി. പിറ്റേ ദിവസം ഇത് ചെയ്ത ആളെ ഇവന് കിട്ടി എന്ന് പറഞ്ഞവൻ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ ആളെപ്പറ്റി പറയുന്നില്ല. കാരണം ഇത് ചെയ്ത പയ്യന്റെ അച്ഛനും അമ്മയും കരഞ്ഞു വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടാ ഞാൻ ഈ പയ്യന്റെ പേര് പുറത്തു പറയുന്നില്ല. അങ്ങനെ ഡ്രാമ ഇറക്കി. അതിനിടയിൽ ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരുവൻ, അവൻ ഈ നിഷാന് പിന്തുണ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. ഷാജഹാൻ അനുകൂലമായിട്ട് നിരവധി കമന്റുകൾ പ്രവഹിക്കുന്നു. എന്നെ വീണ്ടും തെറി വിളിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നു. അങ്ങനെ അപ്പോൾ ഇവർ ആകെ ചെയ്തൊരു മര്യാദ, ഞാൻ അല്ല എന്ന രീതിയിൽ ഇവർ ഒരു വീഡിയോ ചെയ്യുന്നു. അഖിൽമാരാരല്ല ഇതിന്റെ പിന്നിൽ. കാരണം അവർക്ക് നന്നായിട്ടറിയാം അഖിൽമാരാരല്ല ഇതിന്റെ പിന്നിൽ, പകരം ഇവർ തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ. 5000 രൂപ കൊടുത്ത് ഈ പയ്യന്റെ എഡിറ്റർ പയ്യൻ ഈ വണ്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്ന അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഗെയിമർ പയ്യൻ, അവന് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിന് മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ നിഷാനോട് ആദ്യം തന്നെ സംസാരിച്ചപ്പോഴേ പറഞ്ഞു, എടാ ഈ വിഷയത്തിൽ നീ ഇപ്പോൾ നിന്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വധഭീഷണികൾ, എവിടുന്നെല്ലാം എനിക്കെതിരെ ആൾക്കാർ മോശമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒരു തലയ്ക്ക് ബോധവും വെളിവും ഇല്ലാത്തൊരുവൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറുകയും തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും. കാരണം ആരെങ്കിലുമൊക്കെ അഖിൽമാരാരെ അനുകൂലിക്കും, ആരെങ്കിലുമൊക്കെ നിഷാനെ അനുകൂലിക്കും. അങ്ങനെ നിഷാനെ അനുകൂലിക്കുന്നവരും അഖിൽമാരാരെ അനുകൂലിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കാനുള്ള കാരണം എന്താണ്? ഒരുവൻ ഹിന്ദുവും ഒരുവൻ മുസൽമാനും ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപമുണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ 2 പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രണ്ടായാലും വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഈ നരസിംഹം സിനിമയിൽ നന്ദഗോപാൽ മാരാർ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിന്റെ മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം. പക്ഷേ എത്രയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം എല്ലാ മറകളെയും അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമെന്ന് പറയുന്നത് പോലെ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവർ നടത്തിയ ഈ ഡ്രാമ പൊളിഞ്ഞു പുറത്തു വന്നു. എന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പല ആൾക്കാർക്കും ആ യാഥാർത്ഥ്യം മനസ്സിലായി. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് പാലസ്തീനെ അനുകൂലിക്കുക എന്നതായിരുന്നില്ല. ഇവിടെ പാലസ്തീന്റെ പേരിൽ റീച്ചുണ്ടാക്കുക, പാലസ്തീനെ എതിർത്തു എന്നതിന്റെ പേരിൽ, ആക്ച്വലി ഞാൻ ഒരിക്കൽ പോലും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്തോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ആക്ഷേപിച്ചോ ഞാൻ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ബന്ധം, അല്ലെങ്കിൽ 1962 യുദ്ധത്തിൽ ഇസ്രയേൽ സഹായിച്ച കാര്യവും 99 കാർഗിൽ വാറിൽ ഇസ്രയേൽ ഇന്ത്യക്ക് പിന്തുണത്ത കാര്യവും, അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോൺഫ്ലിക്ട് നടന്ന സമയത്ത് ഇസ്രയേൽ
അതായത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ കാണൂ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിനെയും ഒക്കെയാണ് ഞാൻ ആ വിഷയത്തിൽ അനുകൂലിച്ച് സംസാരിച്ചത്. അപ്പം അതിനെ വളച്ചൊടിച്ച് ഈ വിധത്തിലാക്കി എന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനും, എന്നാൽ യഥാർത്ഥത്തിലുള്ള വർഗീയവാദികൾ ഇവരായിരുന്നതും സ്വന്തം സമൂഹത്തെ, അതായത് പാലസ്തീനെ വിശ്വസിച്ച് കൂടെ നിന്ന ഒരു വലിയ ജനതയും സ്വന്തം സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച് റീച്ചിനു വേണ്ടി, കണ്ടന്റിനു വേണ്ടി, ഫോളോവേഴ്സിന് വേണ്ടി ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ കൂടുതൽ അപകടകാരികളാക്കി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ച ഈ നാടകം പൊളിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയാണ്. പൊന്നുമക്കളെ, ഞാനൊന്നും ഇടയ്ക്ക് സംസാരിച്ചിട്ടില്ല. കാരണം അഖിൽ മാരാർ പറയുന്നത് ക്ലിയറായി കൃത്യമായി ലോകം അറിയണം, നമ്മുടെ കേരളം അറിയണം. പാവം അഖിൽ മാരാറെ ആ പരമച്ചെറ്റ എന്താ അല്ലേ ചെയ്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. ആ ചെറ്റക്കെതിരെ, നിഷാദ് അങ്ങനെ എന്തോ ആണ് ആ ചെറ്റൻ്റെ പേര്, അവനെതിരെ പിന്നെ ഈ പറയുന്ന ഷാജഹാനെതിരെയും കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.